നമസ്കാരം. കാപ്പി കോർണറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് തലവൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. തലവൻ സംവിധാനം ചെയ്തിരിക്കുന്നത് ജിസ് ജോയി ആണ്. ജിസ് ജോയി എനിക്ക് തോന്നുന്നു സ്ഥിരം ഒരു ഫീൽ ഗുഡ് സിനിമകളുടെ ഒരു സംവിധായകനായിട്ടാണ് ജിസ് ജോയിയെ അറിയാവുന്നത്. പക്ഷേ അദ്ദേഹം ആദ്യം സംവിധാനം ചെയ്തത് ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്നൊരു ത്രില്ലർ സിനിമയായിരുന്നു. അത് പലരും അങ്ങനെ ഓർക്കാറില്ല. പക്ഷേ അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് സൺഡേ ഹോളിഡേ, മോഹൻ കുമാർ ഫാൻസ്, അങ്ങനെ കുറേ നല്ല സിനിമകൾ. അദ്ദേഹം ചെയ്തിരിക്കുന്ന സിനിമകളെല്ലാം ഒരുവിധമെല്ലാം ഒരെണ്ണം ഒഴിച്ച് ബാക്കിയുള്ള 5-6 സിനിമകളെല്ലാം ആസിഫ് അലിയുടെ കൂടെ തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇതിന് മുന്നേ സംവിധാനം ചെയ്ത ഇന്നലെ വരെ എന്ന് പറയുന്നത് ഒരു ത്രില്ലർ, ഒരു ഫീൽ ഗുഡ് പടം അല്ലായിരുന്നു. അത് കുറച്ച് ത്രില്ലർ ടൈപ്പിലാക്കാൻ നോക്കിയൊരു പടമായിരുന്നു. പക്ഷേ അതെനിക്ക് അത്ര വർക്കൗട്ട് ആവാത്ത ഒരു സിനിമയായിരുന്നു ഇന്നലെ വരെ എന്നുള്ളത്. അത് OTT സോണി ലൈവിൽ OTT കോവിഡിൻ്റെ ടൈമിൽ, കോവിഡിന് ശേഷമാണെന്ന് തോന്നുന്നത് അത് റിലീസ് ചെയ്തത്. അപ്പം ഇതിൻ്റെ കഥയെന്ന് പറയുന്നത് ആനന്ദ് തേവർക്കാട്ടും ശരത് പെരുമ്പാവൂരും ചേർന്നാണ് ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. ഇതിലേതോ ഒരാൾ പോലീസുകാരനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കറക്റ്റായിട്ട് മാനറിസങ്ങളും എങ്ങനെയാണ് സ്റ്റേഷനിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെയുള്ള വൃത്തിയായിട്ട് ക്ലീനായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. തിരക്കഥ ചെയ്തിരിക്കുന്നത് ജിസ് ജോയി തന്നെയാണ്. ഈ കഥയ്ക്ക് തിരക്കഥ ചെയ്തിരിക്കുന്നത് ജിസ് ജോയി തന്നെയാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അരുൺ നാരായണനും സിജോ സെബാസ്റ്റ്യനും ചേർന്നാണ്. അഭിനയിച്ചിരിക്കുന്നത് ബിജു മേനോൻ, ആസിഫ് അലി, ദിലീഷ് പോത്തൻ, മിയ, അനുശ്രീ എന്ന് ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെ ഉണ്ട് ആക്ച്വലി ഈ സിനിമയ്ക്കകത്ത്. അത്യാവശ്യം കോട്ടയം നസീർ, ഇങ്ങനെ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഈ സിനിമയ്ക്കകത്തുണ്ട്. സിനിമാറ്റോഗ്രാഫി ശരൺ വേലായുധൻ, എഡിറ്റഡ് ബൈ സൂരജ് ES ആൻഡ് മ്യൂസിക് ബൈ ദീപക് ദേവിൻ്റെ മ്യൂസിക് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്കായിരുന്നു ദീപക് ദേവിൻ്റെ. വളരെ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ തുടങ്ങുന്നത് ഒരു DYSP ഉദയഭാനു, അതായത് ദിലീഷ് പോത്തൻ ചെയ്യുന്ന DYSP ഉദയഭാനു എന്ന് പറയുന്ന ക്യാരക്ടർ, അദ്ദേഹം ഒരു ചാനലിന് വേണ്ടി കഥ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചരിത്രം എന്നിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോഗ്രാംസ് ഉണ്ടല്ലോ നമ്മുടെ സഫാരി TVയിലൊക്കെ. അതുപോലെ ഒരു പ്രോഗ്രാംസ്, അതിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി, അതായത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ കണ്ടിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെയും കേസുകളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു പ്രോഗ്രാം, TV പ്രോഗ്രാമിൽ അദ്ദേഹം തോപ്പനംകോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സീരിയൽ കില്ലിങ്ങിനെ കുറിച്ചാണ് അദ്ദേഹം ആ പ്രോഗ്രാമിൽ പറയുന്നത്. അപ്പം അതിൽ വരുന്ന ക്യാരക്ടേഴ്സാണ്, അതായത് അതിൽ റിയലായിട്ട് അങ്ങനൊരു സംഭവം നടന്നപ്പോൾ ആ സ്റ്റേഷനിലുണ്ടായിരുന്ന CI ജയശങ്കറും അതുപോലെ SI കാർത്തികും, CI ജയശങ്കറായിട്ട് ബിജു മേനോനും SI കാർത്തികായിട്ട് ആസിഫ് അലിയുമാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇവർ തമ്മിലുള്ളൊരു ഈഗോ ക്ലാഷും പിന്നെ അവിടെ ഉണ്ടാകുന്നൊരു സംഭവവും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമാണ് ബാക്കി സിനിമ മൊത്തം പറയുന്നത് ആക്ച്വലി. ഇപ്പം ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ആദ്യം എനിക്ക് സത്യം പറയാൻ വിശ്വസിക്കാൻ പറ്റില്ല അത് ജിസ് ജോയി തന്നെയാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം ഡൗട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു ബേസിക്കലി അത് ഫോക്കസ് ചെയ്തിരുന്ന ഈഗോ ക്ലാഷ് എന്നുള്ള ലെവലിലായിരുന്നു. ആസിഫ് അലിയും ബിജു മേനോനും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ്, അത് വെച്ചിട്ടായിരുന്നു ആ ട്രെയിലർ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി അയ്യപ്പനും കോശിയും പോലെയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൽ പൃഥ്വിരാജും സുരാജും ഉള്ളതുപോലെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഈഗോ ക്ലാഷും സംഭവങ്ങളും ആയിരിക്കും കൂടുതൽ പടത്തിൽ ഫോക്കസ് ചെയ്യുന്നതെന്നായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ നേരെ തിരിഞ്ഞു. കാരണം അങ്ങനൊരു ഈഗോ ക്ലാഷിന് വളരെ ചെറിയ സ്കോപ്പേ ഉള്ളൂ. അത് കഥയിൽ ഒരു ഭാഗമായിട്ട് മാത്രമേ വരുന്നുള്ളൂ. തുടക്കത്തിൽ ഒരു 10-15 മിനിറ്റ് ഈ 2 ക്യാരക്ടേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിൽ ജസ്റ്റ് ചെറുതായിട്ട് 1-2 ഇഷ്യൂസ് ഉണ്ടാകുന്നതും പിന്നെ ഒരു കൊലപാതകം നടക്കുന്നതും പിന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതിന് ഇൻവെസ്റ്റിഗേഷനാണ് ആക്ച്വലി പടം ത്രൂ ഔട്ട് കൊണ്ടുപോകുന്നത്. ഒരു നോർമൽ പോലീസ് ഇൻവെസ്റ്റിഗേഷനാണ്. ഇതിനകത്തൊരു ഫിക്ഷണൽ എലമെൻസോ അല്ലെങ്കിൽ ഒരു സിനിമ നമ്മൾ പല സിനിമകളിൽ കണ്ടിട്ടുണ്ട്, ഓക്കെ ഭയങ്കര ഇൻ്റലിജൻ്റായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ള രീതിയിൽ പോകാതെ ഒരു നോർമൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ്, റിയൽ ലൈഫ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ്, ആ ഒരു രീതിയിലാണ് എൻറ്റയർ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. വളരെ നല്ല മികച്ച രീതിയിൽ ജിസ് ജോയി ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ കിടിലം പിക്ചറൈസേഷനാണ്. കാരണം അനാവശ്യമായിട്ടുള്ള ഒരു സീൻസ് പോലും ഈ സിനിമയിലില്ല. വളരെ ഫാസ്റ്റ് പേസ്ഡാണ് സിനിമ പോകുന്നത്.
ആസിഫ് അലി ഒരു രക്ഷയില്ല, കിടിലമായിട്ട് ആസിഫ് അലി അഭിനയിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ലാസ്റ്റ് കൂമനിൽ വളരെ മികച്ച രീതിയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് അദ്ദേഹത്തിന് പറ്റുന്ന നല്ല ക്യാരക്ടേഴ്സ് കിട്ടുവാണെങ്കിൽ വളരെ മികച്ച രീതിയിൽ പുള്ളിക്ക് ചെയ്യാൻ കഴിയും. അത് പലപ്പോഴും ആസിഫ് അലി തെളിയിച്ചിട്ടുണ്ട്. കെട്ടിയോളാണ് എൻ്റെ മാലാഖ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അതിൽ നല്ലൊരു ക്യാരക്ടറാണ് ആസിഫ് അലി ചെയ്തിരിക്കുന്നത്. കൂമൻ വളരെ മികച്ചൊരു ക്യാരക്ടറായിട്ടാണ്, ഒരു പോലീസ് ഓഫീസറായിട്ട് അദ്ദേഹത്തിൻ്റെ പല മാനസികാവസ്ഥ ഇതൊക്കെ വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു വളരെ മിതത്തോടെയും തന്മയത്തോടെയും കൂടി അഭിനയിച്ച ഒരു സിനിമയാണ് തലവൻ എന്ന് പറയുന്നത്. എസ് ഐ കാർത്തിക് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് വളരെ നല്ലൊരു കംഫർട്ട് സോണുണ്ട് ജിസ് ജോയിയായിട്ട്. കാരണം ഉള്ള എല്ലാ സിനിമകളിലും ജിസ് ജോയിയുടെ എല്ലാ സിനിമകളിലും ഇദ്ദേഹം ഒരു ഭാഗമാണ്. വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആസിഫ് അലിയും ബിജു മേനോനുമായിട്ടൊരു കോംബോ വളരെ നല്ല രീതിയിൽ വർക്കൗട്ട് ആകുന്നൊരു കോംബോ ആണ്. അനുരാഗ് കരിക്കിൻ വെള്ളം എന്ന് പറയുന്ന സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അതിൽ രണ്ടുപേരെയും കോംബോ അച്ഛനും മകനുമായിട്ട് നല്ല രീതിയിൽ നല്ലൊരു കോംബോ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ബിജു മേനോൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ക്യാരക്ടേഴ്സിലൂടെയും ഈ രണ്ട് ക്യാരക്ടേഴ്സിലൂടെയാണ് ആക്ച്വലി കഥ കംപ്ലീറ്റ് പോകുന്നത്. വളരെ മികച്ച രീതിയിൽ ഇത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് തന്നെ മ്യൂസിക് ഒരു രക്ഷയില്ല. മ്യൂസിക് ദീപക് ദേവ് കിടിലമായിട്ട് ഓരോ സീനും അതിൻ്റേതായ രീതിയിൽ എലിവേറ്റ് ചെയ്യാനും എല്ലാം ദീപക് ദേവിന് കഴിഞ്ഞിട്ടുണ്ട്. വളരെ വളരെ അടിപൊളി വർക്കാണ് ദീപക് ദേവിൻ്റെ. കഥ നമുക്ക് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. അത് നല്ല രീതി അതാണ് നമ്മളൊരു ത്രില്ലർ സിനിമ നമ്മൾ എടുക്കുമ്പോൾ, നമ്മൾ ഏറ്റവും കൂടുതലൊരു ത്രില്ലർ സിനിമ എടുക്കുമ്പോഴത്തേക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആകുക എന്നുള്ളതാണ്. നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആവുകയാണെങ്കിൽ ആ ഓഡിയൻസിന് അത് ഭയങ്കരമായിട്ട് ആ സിനിമ കണക്റ്റ് ആവും. ആ ഒരു രീതിയിലായിരിക്കും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറൊക്കെ പോകുമ്പോൾ നല്ലൊരു സസ്പെൻസും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളിലേക്ക് കഥ എത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഗസ് ചെയ്യും, ഓക്കെ ഇത് ഇന്ന ആളായിരിക്കും എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കിടിലമായിട്ടാണ് പടം എൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത, നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ആ സിനിമ എൻഡ് ചെയ്തിരിക്കുന്നത്. വളരെ വളരെ മികച്ചൊരു അനുഭവമായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പടം. ഇതിൽ തലവൻ ആര് എന്നുള്ളത് എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. നിങ്ങൾ പടം കണ്ടു നോക്കൂ. കാരണം ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. തലവൻ ആര്, ആസിഫ് അലിയാണോ അതോ ബിജു മേനോനാണോ അതോ സിസ്റ്റമാണോ, ജുഡീഷ്യൽ സിസ്റ്റമാണോ എന്നുള്ളതെല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നിങ്ങൾ പടം കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ആരാണ് ഈ തലവൻ എന്നുള്ളത്. സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഇത്. ഒരുപാട് വലിയ ഹിറ്റാവും, നല്ല വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് വലിയ ഹിറ്റാവും എന്ന് ഉറപ്പായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നൊരു സിനിമയാണ് തലവൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ തിയേറ്ററിൽ പടം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ തന്നെ സിനിമ കാണണം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അത് നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പം കാപ്പി കോർണറിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.